ഹലോ, നമ്മളിത് ഇപ്പോൾ കുറച്ച് ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞായിരുന്നു ചേച്ചി ഷോപ്പിങ്ങിന് പോകുന്ന വീഡിയോ ഒക്കെ ഇടുമെന്ന്. എനിക്ക് എല്ലാം ഇടാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല, പക്ഷേ കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് ഇടാം കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും തിരക്കാണ്, എല്ലാ പ്രാവശ്യവും എനിക്ക് ഇതുപോലെ വീഡിയോ എടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഫ്രീ ആണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേ. നമ്മളിപ്പോൾ ഫസ്റ്റ് പോകുന്നത് ഓർണമെൻറ്റ്സ് പർച്ചേസ് ചെയ്യാനാണ്. ടു ബി ഫ്രാങ്ക്, ഇതൊരു നോ ഗോൾഡ് വെഡ്ഡിങ് ആണെന്ന് വെച്ചാൽ നമുക്ക് രണ്ടുപേർക്കും പൊതുവെ താല്പര്യമില്ല സ്വർണ്ണത്തിനോട്. സ്വർണ്ണം ഇട്ടിങ്ങനെ കല്യാണത്തിനോടെന്ന് എനിക്ക് പണ്ട് തൊട്ടേ താല്പര്യമില്ല കേട്ടോ. കുഞ്ഞിലേക്കെന്ന് വെച്ചാൽ ഒരുപാട് ഓർണമെൻറ്റ്സ് വേണം, ഇങ്ങനെ കഴുത്ത് നിറച്ച് വേണം, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു. നമുക്ക് അറിയില്ലാത്ത സമയത്തൊക്കെ ഓരോരുത്തർ ഓരോ ഇതായിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ബോധം വെച്ചപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഓർണമെൻറ്റ്സ് നമ്മൾ ഇടുന്നത് കുറച്ച് വൃത്തിക്കിരിക്കണം, ഭംഗിക്കാവണം, അല്ലാതെ ഇത്ര ഇന്ന കണ്ടീഷൻസോ അങ്ങനെ ഒന്നുമില്ല എനിക്ക്. അപ്പോൾ ഞാനിപ്പോൾ കുറേ പേജസ് ഒക്കെ നോക്കി നല്ല ഓർണമെൻറ്റ്സ് കിട്ടുന്നത്. എനിക്ക് റെൻറ്റിനെടുക്കാൻ താല്പര്യമില്ല കേട്ടോ അന്നത്തെ കാര്യം. അപ്പോൾ ഓർണമെൻറ്റ്സ് നോക്കിയപ്പോഴേക്കും ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടായിരുന്നു. കറൻ്റ്ലി കുറച്ച് റീൽസൊക്കെ കണ്ടിട്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോണേ. ജെം ഫോർ ഹെയർ, എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയത്തില്ല. ജെം ഫോർ ഹെയർ എന്നൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അവിടെ നിന്നാണ് കേട്ടോ നമ്മളിപ്പോൾ ആക്ച്വലി പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണിപ്പോൾ. എനിക്ക് എൻ്റെ ഒരു കൺസെപ്റ്റിൽ ആൻറ്റിക് ആയിട്ടുള്ള കുറച്ച് ഗോൾഡ് ഓർണമെൻറ്റ്സ്, ഗോൾഡ് അല്ല ഗോൾഡൻ കളറിലെ ഓർണമെൻറ്റ്സ് വേണമെന്നാണ്, ആൻറ്റിക് ടച്ച് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കുറേയൊക്കെ റെഫറൻസ് എടുത്ത് നോക്കിയിട്ട് എനിക്കിഷ്ടപ്പെട്ടത് അവിടെയാണ്. പിന്നെ വേറൊരെണ്ണം ഉണ്ടായിരുന്നു, എംബ്ലിഷ് കോയമ്പത്തൂർ എന്നൊരു പേജ് ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് നമുക്ക് ട്രയൽ ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. ഓൺലി ഇത് മാത്രമേ ഉള്ളൂ, ഓൺലൈൻ ഡെലിവറി മാത്രമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം നിർബന്ധം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പോകുന്നത് കേട്ടോ ആക്ച്വലി. അപ്പം ഞാൻ എന്തായാലും ട്രയലും അവിടെ ചെന്നിട്ട് നോക്കുന്നതൊക്കെ നിങ്ങൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കുറച്ച് ബ്ലോക്ക് ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് രണ്ടും കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചിരുന്നാൽ എൻ്റെ ഇവിടുത്തെ ശ്രദ്ധ പോകും. അതുകൊണ്ട് ഞാൻ ബാക്കി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാവേ. വൈകിട്ട് ഒരു 2 hours ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് കായംകുളം ജംഗ്ഷന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഷോപ്പും. നേരത്തെ വേറെ ഏതോ ഒരു സ്ഥലത്തായിരുന്നു, കായംകുളം തന്നെയായിരുന്നു. ബട്ട് ഇങ്ങോട്ട് അവർ റീലൊക്കേറ്റ് ചെയ്ത പുതിയ ഷോപ്പാട്ടോ ഇത്. ചെന്ന് കയറിയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന അതിന് മാത്രം കളക്ഷൻസ് ഉണ്ടായിരുന്നേ. അവർ തന്നെ ഈ 3 മാലയുടെയും 2 മാലയുടെയൊക്കെ സെറ്റാക്കി അറേഞ്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രൈഡൽ സെറ്റ്സ് ആയിരുന്നു കൂടുതലും. പിന്നെ ആന്റി കളക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നെ നോർമൽസും ഉണ്ട് കേട്ടോ. എല്ലാം അത്യാവശ്യം ഭയങ്കര ഹെവി ലുക്ക് മാലകളായിരുന്നു കേട്ടോ. ഹെവി ലുക്കല്ല, നല്ല ഹെവി മാല തന്നെയാണ്. ഇപ്പം 2 ഇട്ടാൽ തന്നെ നമ്മുടെ കഴുത്ത് ഫുള്ള് നിറഞ്ഞിരിക്കും. ആ ഒരു ടൈപ്പിലാണ് ഇവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഏറെക്കുറെ ഈ ഒരു ടൈപ്പ് ടെമ്പിൾ ജ്വല്ലറി ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എങ്ങനെയായാലും 2 ചേർപ്പിച്ച് അത് ഒപ്പിച്ചെടുക്കാമെന്നൊരു ഉറപ്പ് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ബ്രൈഡൽ സെറ്റ്സ് മാത്രമല്ലാണ്ട് സിമ്പിൾ നോർമൽ മാലകളും ഇവിടെ ഉണ്ട്. പിന്നെ എൻ്റെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബ്ലൗസിന് പുറത്തേക്ക് പോകരുത്. എന്ന് വെച്ചാൽ മാല ഇട്ട് കഴിഞ്ഞാൽ ബ്ലൗസിൻ്റെ കഴുത്തിനുള്ളിൽ നിറഞ്ഞു നിന്നാൽ മതി, ഒരുപാട് പുറത്തേക്ക് പോകണ്ടെന്നൊരിതായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൻറ്റിക് ആയതുകൊണ്ടേ ഒരുപാട് ഇട്ട് കഴിയുമ്പോൾ ഒരുമാതിരി ആനേനെയൊക്കെ കെട്ടി എഴുന്നള്ളിച്ച് വെച്ച പോലെ ഭയങ്കര ഓവറായി പോകും. പുറത്തിന് ഇവിടുത്തെ മാലയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഭയങ്കര ഹെവിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എൻ്റെ ബ്ലൗസിന് പുറത്തേക്ക് പോകാത്ത രീതിയിൽ ചെയ്യാനാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവരുടെ നോർമൽ സെറ്റ് കണ്ടപ്പോൾ അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ സെറ്റ് ഇഷ്ടമല്ല, പക്ഷേ അവരതങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നുണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി ഞാനിങ്ങനെ ഒന്ന് ഇട്ട് നോക്കിയതാണ്. ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ ഗോൾഡിൽ ഇതുപോലത്തെ സെറ്റ്സൊക്കെ നമുക്കിപ്പോൾ മിക്ക ജ്വല്ലറിയിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ കുറേ ജ്വല്ലറിയുടെ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചേരുന്ന മാലകൾ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് ഞാനിതിൻ്റെ എൻ്റെ അമ്മേനെ കാണിച്ചപ്പോഴും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗോൾഡ് ജ്വല്ലറി ഒക്കെ നോക്കുന്നവർക്ക് നമുക്ക് ഇതുപോലെ ലൈറ്റ് വെയ്റ്റിൻ്റെ സെറ്റൊക്കെ ഇപ്പോൾ അറേഞ്ച് ചെയ്ത് കിട്ടും. 5 പവൻ്റെയും 10 പവൻ്റെയൊക്കെ. ഇപ്പോൾ ഗോൾഡ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സാരി ഉടുക്കുന്നവർക്കാണെങ്കിലും നോർമൽ ജ്വല്ലറി മതി എന്നുള്ളവർക്ക്, ഇപ്പോൾ നോ ഗോൾഡ് കൺസെപ്റ്റ് ആണെങ്കിൽ സാരി ഉടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ലതായിരിക്കും കേട്ടോ, ഇതുപോലത്തെ സെറ്റ്. ഞാനിപ്പോൾ സാരിയല്ല ഉടുക്കുന്നത്, പക്ഷേ ഞാൻ എന്താണെന്ന് നിങ്ങളടുത്ത് പറയത്തില്ല, അത് കുറച്ച് സസ്പെൻസ് ആയിട്ട് വന്നോട്ടെ അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആ ഒരു ലുക്ക് ഉണ്ട്. പിന്നെ എല്ലാവർക്കും ആൻറ്റിക്ക് ഇഷ്ടമല്ല എന്ന് എനിക്ക് തോന്നുന്നു. കുറേ പേർക്ക് ഇപ്പോൾ എന്താ പൊതുവേ ഇപ്പോൾ കുറേ ആൾക്കാർ കോമൺ ആയിട്ട് ആൻറ്റിക്ക് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്, കുറേ പേർക്ക് ഇഷ്ടമല്ല. പിന്നെ അങ്ങനെയുള്ളവർക്കും ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. ഒറ്റൊരു വലിയ മാലയായിട്ടുള്ള ആൻറ്റിക്കിൻ്റെ ആ ഒരു നെക്ക് പീസ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആദ്യം ഇട്ടത് ഈ ഒരു ചോക്കർ ടൈപ്പ് ലക്ഷ്മി മാലയാണ്. ലക്ഷ്മി മാല എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. നടുക്കൊരു ലക്ഷ്മിയുടെ ലോക്കറ്റൊക്കെ വന്നിട്ട് സൈഡിൽ കാശിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതിന് സെക്കൻഡ് മാല ഞാനിങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്.
പിന്നെ എൻ്റെ ഒരു ഇതിൽ മേളിലും താഴെ ഒരുമിച്ച് ലോക്കറ്റ് വന്നാൽ അത്ര ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ ഇതുപോലെ ലോക്കറ്റ് ഇല്ലാത്തതും പിന്നെ 3 വെച്ചിട്ടും പെയർ നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ 3 ലാസ്റ്റത്തെ ഞാനൊന്ന് ഇട്ട് നോക്കുകയാണ് വെറുതെ. എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. ബട്ട് എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കാം. ഓക്കെ ആണ്, കൊള്ളാമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്ന രീതിയിൽ. ഇതെനിക്ക് ഇഷ്ടപ്പെടും കേട്ടോ. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ രണ്ടും ലോക്കറ്റ് വരുന്ന ആ ഒരു ഇതാണ് കേട്ടോ. അത് കുറച്ച് ഓവറായി പോകും. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത പോലെ ആയി പോകും. ആ ഒരു ഭംഗി അങ്ങ് പോകുമല്ലോ. പിന്നെ ഞാൻ 3 വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഭയങ്കര ഹെവി ലുക്കാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. കമ്മലിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഞാൻ കുറച്ചുകൂടി ജുംക്കയ്ക്ക് കേട്ടോ പ്രിഫറൻസ് കൊടുക്കുന്നത്. ആ ഒരു ജുംക്ക ഇട്ടാൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നോർമൽ കുറേ ജുംക്ക കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ആൻറ്റിക്കിൻ്റെ കുറച്ച് കുറവായിരുന്നു. പിന്നെ ഞാൻ അതല്ലാണ്ട് വേറെ കമ്മൽസും ട്രൈ ചെയ്ത് നോക്കി ആൻറ്റിക്കിൻ്റെ. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ചുകൂടി നല്ല എനിക്ക് തോന്നുന്നത് ജുംക്കയാണെന്ന് തോന്നുന്നത്. അതാകുമ്പോൾ എൻ്റെ ഫേസിന് കുറച്ചുകൂടി ഒരു ഭംഗി വരുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ബാംഗിൾസ് ഞാൻ തൽക്കാലം നോക്കുന്നില്ല. ബാംഗിൾസ് പിന്നെ കുറേ കളക്ഷൻസ് ഉണ്ട് ആൻറ്റിക്കിൻ്റെ. പക്ഷേ തൽക്കാലം ഞാൻ നോക്കുന്നില്ല കേട്ടോ. പിന്നെ ബ്രൈഡൽ മുസ്ലിം ബ്രൈഡ്സിനൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ജ്വല്ലറീസ് ആണ് കേട്ടോ ഇതെല്ലാം. ഇതിനെന്തോ പറയും, എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ഇത് അവരുടെ സ്പെഷ്യൽ സെറ്റാണ് കേട്ടോ, ബ്രൈഡൽ സെറ്റ്. അവരുടെ തന്നെ എന്തോ പറഞ്ഞായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. ഈ ഡിസൈൻ എന്തോ പേരുണ്ട്. ആക്ച്വലി നമ്മളൊന്നും ഓർത്ത് വയ്ക്കത്തില്ലല്ലോ. ആൻറ്റിക് ഷെയ്ഡിൽ ബ്രൗൺ കളർ വരുന്ന ഈ ഒരു ചോക്കൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ ഇവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇത് ഇവരുടെ പുതിയ ഡിസൈൻ ആട്ടോ ഈ മാല. ഇത് കൂടാതെ ഇഷ്ടംപോലെ റിങ്സിൻ്റെ കളക്ഷനും അതുപോലെ കുങ്കുമച്ചെപ്പിൻ്റെ കളക്ഷനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാവേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ ബൈ.